അപ്പം ലേണിങ് എന്താണ് ലേണിങ്? ലേണിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ, എന്തെങ്കിലും ഒന്ന് പഠിക്കുക, ലേൺ ചെയ്യാനുള്ളതാണ്. ലേണിംഗ് എന്ന് പറയുന്നത് എനി റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിങ് ഫ്രം എക്സ്പീരിയൻസ്. ആയിക്കോട്ടെ, കണാരട്ടന് നാരായണി ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും എനിക്കറിയാം. അല്ലാത്തവര് കേട്ടോ, ആരെങ്കിലൊക്കെ കേട്ടോ? എനിക്ക് ഇനി അത് പറയാനുള്ള ബോറടിക്കും, കേട്ടവർക്ക് ബോറടിക്കും എന്ന് വെച്ചിട്ടാണ്. കേൾക്കാത്തവർ കേട്ടോ, ലൈക്ക് അത് ഇതുവരെ കേൾക്കാത്തവർ കേട്ടോ. ഒരുപാട് പേര് കേട്ടിട്ടുള്ള കഥ തന്നെയാണ്, ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാട്ടോ. അപ്പൊ ലേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനി റിലേറ്റീവ്ലി അല്ല, ഇനിയും പറയണ്ടേന്ന് വെച്ചിട്ടാ ഖദീജ, പറയാനൊക്കെ രസമാണ്, പക്ഷെ പിന്നെയും പറയണ്ടേ. അപ്പം ലേണിങ് എന്ന് പറഞ്ഞ വേണ്ട ഇനി അത് പറഞ്ഞ് സമയം പോക്കണം. അതിന് അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ തന്നെ ക്ലാസ്സിന്റെ വീഡിയോ ഇട്ടിട്ടുള്ള. ഇനി എനിക്ക് വയ്യ പറയാൻ, അതാണ് മെയിൻ. അപ്പം എനി റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിങ് ഫ്രം എക്സ്പീരിയൻസ് എന്നാണ് കിങ്സ് ആൻഡ് മോർഗൻ ലേണിങ്ങിനെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് റിലേറ്റീവ്ലി പെർമനന്റ് എന്ന് പറയാൻ കാരണം? അതായത് ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി LKG 10 വരെ പഠിച്ചു, അതാ കുട്ടിയുടെ ലേണിംഗ് ആണ്, 10 വരെ ആ കുട്ടി ലേൺ ആയി. പിന്നെ ചിലപ്പോ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തുമ്പോഴത്തേന് ആ കുട്ടി 100 വരെ പഠിക്കും. കണ്ടോ, റിലേറ്റീവ്ലി അതുവരെ 10 കുട്ടിക്ക് അറിയുള്ളൂ, LKG വരെ. പിന്നെ അത് 100 ആയി. അങ്ങനെ ഓരോ വട്ടവും ഇങ്ങനെ റിലേറ്റീവ്ലി പെർമനന്റ് ആണ്, വെച്ചാൽ മാറും, പക്ഷെ ഇപ്പോൾ ഉള്ളത് പെർമനന്റ് ആയിരിക്കും. ഹാബിറ്റ് കാരണം ചേഞ്ച് ആവുന്നൊന്നുമല്ല കേട്ടോ. ഹാബിറ്റ് കാരണം ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇപ്പൊ ടൈപ്പിംഗ് ഒക്കെ ഹാബിറ്റ് ആയതാണ്, അതല്ല ലേണിങ്. നമ്മൾ ബിഹേവിയറിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബിഹേവിയർ എന്ന്, അല്ല ലേണിങ് എന്ന് പറയുന്നത്. എനി റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ് ലേണിങ്. ലേണിങ് ഇസ് പെർമനന്റ്, നോട്ട് എ ടെമ്പററി ചേഞ്ച്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഒരിക്കലും ടെമ്പററി അല്ല, പെർമനന്റ് ചേഞ്ച് ആണ്. ഇറ്റ് ഡസന്റ് റെഫർ ടു ചേഞ്ച് ഫ്രം മെച്ചുറേഷൻ. മെച്ചുർ ആകുമ്പോഴുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ച് ചേഞ്ച് വരാം, അല്ലെ? അതല്ല ലേണിങ്. ഇപ്പം തീ തൊട്ടാൽ പൊള്ളും, അതാണ് ലേണിങ്. അത് തീ കൊണ്ട് പിന്നെ മെച്ചുർ ആയി കഴിഞ്ഞാൽ കളിക്കുക, അത് ലേണിങ് അല്ല. അത് ഇനി റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ, തീ തൊട്ടാൽ പൊള്ളും എന്നുള്ളതാണ് ലേണിങ്. മെച്ചുർ ആകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റല്ലേ, അത് ലേണിങ് അല്ല കേട്ടോ. ശരി, ഒരു ബിഹേവിയറിൽ പെർമനന്റ് ആയിട്ട് ചേഞ്ച് വരുന്നതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ഓൾവേസ് ഇൻവോൾവ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് ലേണിംഗ് സംഭവിക്കുന്നത്. ഇറ്റ് ആക്റ്റീവ്ലി കണക്ട്സ് ടു സൊസൈറ്റി. ലേണിംഗ് വഴിയാണ് നമ്മൾ സൊസൈറ്റിയോട് കണക്ട് ആവുന്നത്. ചേഞ്ചസ് ഡ്യൂ ടു ഹാബിറ്റുവേഷൻ ആർ നോട്ട് ലേണിംഗ്. ഓക്കെ, ഹാബിറ്റ് കാരണമുള്ള ചേഞ്ചിങ് ഒരിക്കലും ലേണിംഗ് അല്ല. ഹാബിറ്റ് കൊണ്ട് ചില നമ്മൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യും, അത് ലേണിംഗ് അല്ല, അത് ഹാബിറ്റ് ആയിരുന്നു. ലേണിംഗ് ഇസ് യൂണിവേഴ്സൽ. ഓൾ ക്രീച്ചേഴ്സ് ലേൺ ആൻഡ് എ കണ്ടിന്യൂസ് പ്രോസസ്. മരണം വരെ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്, ലോകത്ത് എല്ലാവരും ലേൺ ചെയ്യുന്നുണ്ട്, എല്ലാ ക്രീച്ചേഴ്സും. അതല്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ട പേടിക്കും എന്ന് പറയുന്നതും ഒരു ലേണിംഗ് ആണ്. എല്ലാ ക്രീച്ചേഴ്സും ലേൺ ചെയ്യുന്നുണ്ട്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, യൂണിവേഴ്സൽ ആണ്. ലേണിംഗ് വെച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. ഹെൽപ്പ് ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ്, മോഡിഫൈ ആൻഡ് അഡാപ്റ്റ് ടു ദ സിറ്റുവേഷൻ. കുട്ടി തീ തൊട്ടത് പൊള്ളുന്നു, മനസ്സിലായി, ഇനി തീ തൊടരുത്. ഇവിടെ അഡ്ജസ്റ്റ്, മോഡിഫൈയും അഡാപ്റ്റ് ചെയ്യണം ആ സിറ്റുവേഷനോട്. ലേണിംഗ് ഇസ് നോട്ട് ഡയറക്ട്ലി ഒബ്സർവബിൾ. ചിലത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ക്യാൻ ബി ഇൻഫർ ത്രൂ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസിലൂടെ മനസ്സിലാവും ലേണിംഗ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് കാണാം, ലക്ഷ്യ സ്വഭാവം എന്നുള്ളത്. പെർഫോമൻസ് എന്ന് പറയുന്ന പ്രോസസ് ചാർജറിൽ കണക്ട് ചെയ്യട്ടെ. അപ്പം ലേണിംഗ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റൂല, പക്ഷെ അവർ കാണിക്കുന്ന പെർഫോമൻസിൽ നിന്നൊക്കെ നമുക്ക് ലേൺ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. ഇപ്പൊ സാധാരണ ഓരോരോ കാര്യങ്ങളൊക്കെ കാണിക്കും, ഇപ്പൊ നമ്മൾ അവന് ലേണിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ മൂപ്പര് കാണിക്കും. അത് നമുക്ക് മനസ്സിലാവുന്ന എന്താ, അതിലൂടെ ലേണിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ തുടയ്ക്കുന്ന ടൈലാണ്, അപ്പൊ തുടയ്ക്കുന്ന സമയത്ത് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് പതുക്കെ
പതുക്കെ നടക്കും. ഭയങ്കര രസമാണ് നടത്തം കാണാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഹി ലേൺ. ഒരുപാട് വട്ടം വീണ് അങ്ങനെ ഓടി വന്നിട്ടൊക്കെ വീണ്. അപ്പൊ ഇപ്പൊ വെള്ളം എന്ന് പറയുമ്പോൾ തന്നെ മുപ്പര് നടത്തം പതുക്കെയാക്കും. അതായത് ആ ലേൺ ചെയ്തോ നമ്മൾ കാണുന്നൊന്നുമില്ല, പക്ഷെ അവരുടെ പെർഫോമൻസിലൂടെ ആ ലേണിംഗ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എനി റിലേറ്റീവ്ലി ചേഞ്ച് ബിഹേവിയറിനെയാണ്, പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ് ലേണിംഗ്. ഓക്കെ ആ ലേണിംഗ് എന്താണ്? അല്ലെങ്കിൽ ഇപ്പൊ കാണൂല. ലേണിംഗ് എന്താന്ന് മനസ്സിലായോ? എല്ലാരും പറഞ്ഞേ. ആ, ലേണിംഗ് എന്താ മനസ്സിലായോ? ഇനി കുറച്ച് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് വേണം സ്റ്റിമുലസും റെസ്പോൺസും അസോസിയേഷൻ. സ്റ്റിമുലസ് എന്താണ്? നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്ന എന്തൊരു കാര്യം സ്റ്റിമുലസ് ആണ് അല്ലെ. ഒരു ലൈറ്റ് ഒരു സ്റ്റിമുലസ് ആണ്, ഒരു അടി ഒരു സ്റ്റിമുലസ് ആണ്, പിന്നെ ഒരു ഭക്ഷണം ഒരു സ്റ്റിമുലസ് ആണ്. നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്ന ഏതൊരു ഇവന്റ് ഒബ്ജക്റ്റോ സ്റ്റിമുലസ് ആണ്. എനി ഒബ്ജക്റ്റ് ഓർ ഇവന്റ് ദാറ്റ് എലിസിറ്റ് എ സെൻസറി ഓർ ബിഹേവിയറൽ റെസ്പോൺസ് ഇൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തില് സെൻസറി അല്ലെങ്കിൽ ബിഹേവിയറൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഏതൊരു ഒബ്ജക്റ്റും ഇവന്റും സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസിന് നമ്മൾ കൊടുക്കുന്ന മെഷർ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ റിയാക്ഷൻ, പേടിക്കുന്നു, കൈവലിക്കുന്നു, ഓടുന്നു, അങ്ങനെ ആ ഒരു സ്റ്റിമുലസിന് നമ്മൾ കൊടുക്കുന്ന മെഷർ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ റെസ്പോൺസ് എന്ന് പറയാം. റെസ്പോൺസ് ഉണ്ടാക്കുന്ന എന്തൊരു ഇവന്റും ഒബ്ജക്റ്റും സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസിന് നമ്മൾ കൊടുക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള മെഷർ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സ്റ്റിമുലസും റെസ്പോൺസും. ഒരു ബിഹേവിയർ ഉണ്ടാവുന്നത് ഈ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ഇന്റർപ്ലേന്റെ റിസൾട്ട്. അതായത് സ്റ്റിമുലസും റെസ്പോൺസും നമ്മൾ പ്ലേ ചെയ്തിട്ടാണ് നമുക്കൊരു ബിഹേവിയർ ഉണ്ടാകുന്നത്. തീ എന്ന ഒരു കാൻഡിൽ ലൈറ്റ് എന്നത് സ്റ്റിമുലസ് ആണ്. അത് തൊട്ടിയപ്പോ പൊള്ളി, റെസ്പോൺസ് ആണ്. പിന്നീട് എന്തായി? ഇതൊരു ബിഹേവിയർ ആയിട്ട് മാറി. തീ തൊട്ടാൽ പൊള്ളും. അതായത് ബിഹേവിയർ മാനിഫെസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ഇന്റർപ്ലേ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഈ സ്റ്റിമുലസും റെസ്പോൺസ് തമ്മിൽ ഇന്റർപ്ലേ കാരണമാണ് നമുക്കൊരു ബിഹേവിയർ ഉണ്ടാവുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് കോ occurrence ഓഫ് എ സ്റ്റിമുലസ് ആൻഡ് ആക്ഷൻസ് ആർ ദ ബേസിക്സ് ഓഫ് ബിഹേവിയറൽ ഓട്ടോമാസിറ്റി. അതായത് ഒരു സ്റ്റിമുലസും റെസ്പോൺസും പലവട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇതാവും അല്ലെ. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളത് പഠിച്ചു പോകും. ഒരു സ്റ്റിമുലസും റെസ്പോൺസ് ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് വരികയാണ്. ഏതാണ്? ബസ്സിൽ കയറുന്നു, ഛർദിക്കുന്നു. ബസ്സിൽ കയറുന്നു, ഛർദിക്കുന്നു. ബസ് സ്റ്റിമുലസ് ആണ്, റെസ്പോൺസ് ഛർദിയാണ് അല്ലെ. റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബിഹേവിയറൽ ഓട്ടോമാറ്റിക് കയറുന്നത്തിയും തുടങ്ങും ഛർദിക്കാൻ. അതായത് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അത് എന്താവും? ബിഹേവിയറൽ ഓട്ടോമാസിറ്റി ആയി മാറുമെന്നാണ് പറയുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ അത് ബിഹേവിയറൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പൊ സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ മനസ്സിലായോ? പറഞ്ഞേ. ഹാബിറ്റ് ആണ് അടുത്തത്. സൈക്കോളജിയിൽ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർലി ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാണ്. പിന്നെ അത് എന്താവും? ഭയങ്കരമായിട്ട് ഇന്നേറ്റ് ആയിട്ട് നമുക്ക് കോൺഷ്യസ്നെസ്, അതായത് നമ്മുടെ ബോധമില്ലാണ്ട് ഒരു സാധനം നമ്മൾ കുറേ വട്ടം റിപ്പീറ്റ്. ഇപ്പൊ നിങ്ങൾ ചുമ്മാ പറയല്ല കേട്ടോ, നിങ്ങൾ കണ്ണടച്ചൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഏകദേശം ശരിയായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കൊണ്ടൊന്ന്. അതെന്താണ്? ഹാബിറ്റായി മാറിക്കഴിഞ്ഞു. ഒരു ബിഹേവിയർ നമ്മൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇന്നേറ്റ് ആയിട്ട് ലേൺ ചെയ്യും. അതായത് എന്താണ്? ഇന്നേറ്റ് ആയിട്ടല്ല, തോട്ട്ഫുൾ അല്ലാണ്ട് ലേൺ ചെയ്യും. അതായത് കോൺഷ്യസ് ഇല്ലാണ്ട് നമ്മൾ ലേൺ ചെയ്യും. അതായത് വിത്തൗട്ട് കോൺഷ്യസ് എക്സ്പീരിയൻസ് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതാണ് ഹാബിറ്റ് ആവുക എന്ന് പറയുന്നത്. ഇൻ സൈക്കോളജി, എനി റെഗുലർലി റിപ്പീറ്റഡ് ബിഹേവിയർ ദാറ്റ് റിക്വയർസ് ലിറ്റിൽ ഓർ നോ തോട്ട് ആൻഡ് ഇസ് ലേൺ റാദർ ദാൻ ഇന്നേറ്റ് ആയിട്ട് ലേൺ ചെയ്യാത്ത, തോട്ട് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറിനെയാണ് ഹാബിറ്റ് എന്ന് വിളിക്കുന്നത്. തോട്ടൊന്നും വേണം, ഒന്ന് കണ്ണു മൂട്ടിയിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റും. ബിക്കോസ് അത് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ടുണ്ടെങ്കിൽ. ഹാബിറ്റ് വിച്ച് ക്യാൻ ബി പാർട്ട് ഓഫ് എനി ആക്ടിവിറ്റി റേഞ്ചിങ് ഫ്രം ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് ടു തിങ്കിങ് ആൻഡ് റിയാക്ടിങ് ഇസ് ഡെവലപ്ഡ്. ഈ ഒരു ഹാബിറ്റിൽ നിന്ന് എന്തും ആവാം. റേഞ്ചിങ് ഫ്രം ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് ടു തിങ്കിങ് ആൻഡ് റിയാക്ടിങ് വരെ ഉണ്ട്. ഒക്കെ ഡെവലപ്പ് ചെയ്യാം അല്ലെ. നമ്മള് ഭക്ഷണം കഴിക്കാൻ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കൂലേ, ഹാബിറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ കോൺഷ്യസ് എക്സ്പീരിയൻസ് ഒക്കെ വേണോ? വേണ്ട, അങ്ങനെ കഴിച്ചു. അതായത് റിപ്പീറ്റഡ് ചെയ്ത് അത് നമ്മുടെ ചിന്ത വരാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയാം.
റീഇൻഫോഴ്സ്മെന്റ് എൻകറേജ് റിപ്പീറ്റേഷൻ ഓഫ് ബിഹേവിയർ. ഇപ്പൊ നമ്മൾ സ്പീഡ് ടൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി ചെയ്യും, അതുകൊണ്ടാണ് ആ ടൈപ്പിംഗ് സ്പീഡ്. അത് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ ആ റിപ്പീറ്റേഷൻ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യപ്പെടും. റെസ്പോൺസ് അല്ലെങ്കിൽ റെസ്പോൺസ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യപ്പെടും. Each time the stimulus that provoke the behavior recurs, the behavior become more automatic with each repetition. ഓരോ വട്ടം റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക് ആവും. പിന്നെ തോട്ട് ഇല്ലാതെ തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സൈക്കോളജിയിൽ തോട്ട് ഇല്ലാതെ റിപ്പീറ്റഡ് ആയ പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും. അത് റിപ്പീറ്റഡ് ആയി അത് നമുക്ക് ചിന്ത വരാതെ അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് ആവാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്കിനെയാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ ഹാബിറ്റ്? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞ് എല്ലാരും പറഞ്ഞ്. ഇനി ഇതിൽ ഞാൻ ഉൾപ്പെടുത്താൻ മറന്നുപോയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ലേണിംഗ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഒന്ന് ലേണിംഗ് ബൈ അസോസിയേഷൻ ആണ്, ലേണിംഗ് ബൈ അസോസിയേഷൻ. രണ്ടാമത്തത് ലേണിംഗ് ബൈ ഒബ്സർവേഷൻ. എടാ ഒന്നുമില്ല, ആരാ ചോദിച്ചു ഞാൻ കണ്ടില്ല, റിഫ് ആണെന്ന് തോന്നുന്നു, ചോദിച്ചു ഞാൻ കണ്ടില്ല. അതായത് അല്ല അമീന, എടാ നമ്മള് ഒരു സാധനം കുറെ വട്ടം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കത് കോൺഷ്യസ് അല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന്, നമ്മളറിയാതെ നമ്മളത് ചെയ്യും. അതിനെയാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെയ്തു പോകും. ലൈക്ക് അതിന് വല്ല പിന്നെ ആലോചനയും ചിന്തയൊന്നും, ഇതിങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം, എ എവിടെ ബി എവിടെ ഒന്നും തപ്പണ്ടി വരൂല, അതങ്ങ് നമ്മളങ്ങ് ചെയ്തു പോകും. അതിനെയാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പം ലേണിംഗ് ബൈ 2 ടൈപ്പാണ് ലേണിംഗ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് ലേണിംഗ് ബൈ അസോസിയേഷനും രണ്ടാമത്തെ ലേണിംഗ് ബൈ ഒബ്സർവേഷനുമാണ്. ലേണിംഗ് ബൈ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നിനോട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ലേൺ ചെയ്യുകയാണെങ്കിൽ അതാണ് ലേണിംഗ് ബൈ അസോസിയേഷൻ. നമ്മൾ ഒരു കാര്യത്തിന് മറ്റൊരു കാരണവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ലേൺ ചെയ്യുകയാണെങ്കിലാണ് അതാണ് ലേണിംഗ് ബൈ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരാളുടെ കണ്ടു പഠിക്കുകയാണെങ്കിലോ ലേണിംഗ് ബൈ ഒബ്സർവേഷൻ ആണ്. ഇങ്ങനെ 2 മെയിൻ ലേണിംഗ് ആണ് നമുക്ക് ലേണിംഗിൽ ലേണിംഗിന്റെ അണ്ടറിൽ വരുന്നത്. ആ ലേണിംഗ് ബൈ അസോസിയേഷനിൽ ഫസ്റ്റ് വൺ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. എന്നാലും പറയാണ്, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള, ജസ്റ്റ് അതിനൊന്ന് എന്താ പറയാ, ഇത് പറയാട്ടോ, കോൺസെപ്റ്റ് പറയാണ്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ്. ബാങ്ക് വിളിക്കുന്നുണ്ടേ മക്കളെ, സെക്കൻഡ്.
ഓക്കെ, അപ്പം ജസ്റ്റ് ആ തീമാട്ടോ പറയുന്നത്. അതായത് നാച്ചുറലി ഒരു എന്താ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഇപ്പൊ ഒരു പച്ചമാങ്ങ അത് കണ്ടാല് ഒരു കണ്ടീഷനും ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് വരും? സലൈവേഷൻ വരും, അല്ലെ? അപ്പം അതൊരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആ, ഒരു കണ്ടീഷനും ഇല്ലാത്ത സ്റ്റിമുലസ്. ആ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കാണുമ്പോൾ വരുന്ന സലൈവ എന്താണ്? കണ്ടീഷൻ അല്ല, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഒരു കണ്ടീഷനും വേണ്ട, നാച്ചുറൽ ആയിട്ടാണ് വരുന്നത്, അല്ലെ? നമ്മളൊരു അടിപൊളി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെ കണ്ണിങ്ങനെ വിടാൻ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന സാധനം. അവിടെ ഒരിക്കലും ഒരു കണ്ടീഷന്റെ ആവശ്യമില്ല. ഈ ഒരു പെന്ന് കണ്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് സലൈവേഷൻ വരൂല. ഇതൊരു ന്യൂട്രൽ സബ്ജക്റ്റാണ്. ഈ ന്യൂട്രൽ സബ്ജക്റ്റിന് ഞാൻ ഈ നാച്ചുറൽ, അതായത് അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ട് ഇങ്ങനെ പെയർ ചെയ്യാം. അതായത് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, എന്നിട്ട് പച്ചമാങ്ങ തരുന്നു, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, പച്ചമാങ്ങ തരുന്നു, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, പച്ചമാങ്ങ തരുന്നു. അതായത് ഈ പച്ചമാങ്ങയും ഈ പെന്നും തമ്മിൽ ഞാൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പെയർ ചെയ്താൽ, ഒരുപാട് വട്ടം അങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന് കൊടുക്കുന്ന അതേ റെസ്പോൺസ് നിങ്ങൾ കണ്ടീഷൻഡ് സ്റ്റിമുലസിന് കൊടുക്കും, അതായത് ന്യൂട്രലിന് കൊടുക്കും. അതായത് ന്യൂട്രൽ കണ്ടീഷൻഡ് ആയി അതായത് ഈ ഒരു പച്ചമാങ്ങക്ക് കൊടുക്കുന്ന അതേ സലൈവേഷൻ നിങ്ങൾ ഈ പെന്നിന് കൊടുക്കും. അപ്പൊ പെന്ന് ഇവിടെ എന്തായി? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി. പെന്നുണ്ടാക്കുന്ന സലൈവേഷൻ എന്തായി? കണ്ടീഷൻ. നാച്ചുറൽ ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ അത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻ റെസ്പോൺസും. ഈ പെയറിങ് വഴി നമ്മൾ ന്യൂട്രലിനെ കണ്ടീഷൻഡ് ആക്കാണ്. അപ്പൊ അത് കണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻ റെസ്പോൺസും ആണ്. ഇതാണ് ശരിക്കും ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതായത് ഒരു ബന്ധവും ഇല്ലാത്ത സാധനത്തിന് നമ്മൾ കണ്ടീഷൻഡ് ആക്കാണ്, എന്നിട്ട് നാച്ചുറൽ സാധനം കൊടുക്കുന്ന അതേ റെസ്പോൺസ് കണ്ടീഷൻഡ് സാധനം തരികയാണ് ചെയ്യുന്നത്. തീം മനസ്സിലായോ? എല്ലാവർക്കും അറിയുന്നതാണ്, മിക്കവാറും എന്റെ മക്കൾ തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. തീം മനസ്സിലായോ? തീം മനസ്സിലായോ? ഇവിടെ കുറച്ചുകൂടി നമുക്ക് ഡെപ്തിൽ പഠിക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. തീം മനസ്സിലായോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം പാവ്ലോനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓൾസോ നോൺ ആസ് പാവ്ലോ കണ്ടീഷനിങ് എന്നും പാവ്ലോയിൻ എന്നും റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് എന്നും ഒക്കെ സ്റ്റഡി ഇനീഷ്യൽ റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആണ്. ഞാൻ വീഡിയോ ഓഫ് ചെയ്യണ്ട, നല്ല ബ്രേക്ക് ഉണ്ട്. റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആണ് കേട്ടോ, ഇവാൻ പി പാവ്ലോ ആണ്. ഹു കണ്ടക്ടഡ് എക്സ്പെരിമെന്റ് വിത്ത് ഡോഗ്. അദ്ദേഹത്തിന് 1904 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡോഗ്സിന്റെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ പറ്റി പഠിച്ചിട്ട്. Classical conditioning is a basic form of learning in which one stimulus comes to serve as a signal of occurrence of another stimulus. ഒരു സ്റ്റിമുലസ് അതായത് മറ്റൊരു സ്റ്റിമുലസിന്റെ ഒക്കറൻസിനെ പറയും. അതായത് ഇപ്പം പച്ചമാങ്ങ, അത് അല്ല പിന്നെ പെന്ന് കാണിച്ചാൽ അതിന്റെ അപ്പുറത്ത് പച്ചമാങ്ങ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ സലൈവേറ്റ് ചെയ്യുന്നത്. ഡോഗ് ആ ബെല്ല് കാണുമ്പം പച്ചമാങ്ങ അല്ലെങ്കിൽ ഫുഡ് വരും എന്ന് പ്രതീക്ഷിക്കുക. അതായത് ഒരു സ്റ്റിമുലസ് മറ്റൊരു സ്റ്റിമുലസിന്റെ പ്രതീക്ഷ തന്നിട്ട് അതുവഴിയാണ് നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ നാച്ചുറലി ഒക്കറിംഗ് സ്റ്റിമുലസ് is paired with the stimulus in the environment. നാച്ചുറലി ഒക്കറിംഗ് സ്റ്റിമുലസ് ആയിട്ടുള്ള മാങ്ങ നമ്മൾ പെന്നുമായിട്ട് പെയർ ചെയ്യുകയാണ്. ആൻഡ് ആസ് എ റിസൾട്ട് ദ എൻവയോൺമെന്റൽ സ്റ്റിമുലസ്, അതായത് ഈ പെൻ എന്തായി മാറും? ഇവൻച്വലി elicit the same response as natural stimulus. ഈ പെന്ന് ഈ മാങ്ങയ്ക്ക് കൊടുക്കുന്ന അതേ സ്റ്റിമുലസ് നമുക്ക് പെന്നിന് കിട്ടും പെയറിങ് നടന്നു കഴിഞ്ഞാൽ. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി പാവ്ലോന്റെ എക്സ്പെരിമെന്റിനെ പറ്റി പറയാട്ടോ. ഇന്നാണെങ്കിൽ മേനകാ ഗാന്ധി പോയിട്ട് അവിടെ പാവം വിരിച്ചിരുന്നായിരുന്നു. നല്ല ചീത്ത കട്ടേനു മേനകാ ഗാന്ധിക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാവ്ലോ പിന്നെ ഡോഗിന്റെ ഡൈജഷനെ പറ്റിയിട്ടാട്ടോ പഠിക്കുന്നത്. അപ്പൊ പാവ്ലോ ഒരു പെട്ടിക്കൂട് പോലത്തെ ഒരു സാധനത്തിനകത്ത് ഡോഗിന്റെ കാലില് 4 കാലും ആണി അടിച്ചൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുക. അതിനെ നല്ലോണം കഷ്ടപ്പെടുത്തിയിട്ട് അതിന്റെ വാന്റെ അകത്തൊരു ഓട്ട ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ ടെസ്റ്റ് ട്യൂബ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ്? ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനും അത് ഫുഡ് കാണുമ്പം പിന്നെ ഈ നായ്ക്കുള്ള സലൈവേഷനൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ നായ ഇങ്ങനെ
ആണി അടിച്ച് നിർത്തി വാൽക്കാലത്തൊരു ഓട്ടയൊക്കെ ഇട്ട് ടെസ്റ്റ് ട്യൂബ് ഒക്കെ പിടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ മൂപ്പര് ആ എക്സ്പെരിമെന്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ തന്നെ നോബൽ സമ്മാനം കിട്ടിയതും. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പര് കണ്ടെത്തി ഈ ഫുഡ് കൊടുക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുവരുന്ന ആളുടെ കാലടി കേട്ടാലോ നായക്ക് സലൈവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഫുഡ് കൊണ്ടുവരുന്ന ആളുടെ എന്താണ് പിന്നെ കാലടി കേൾക്കുമ്പോഴേക്കും നായ്ക്ക് സലൈവേഷൻ ഉണ്ടാവും. മൂപ്പര് വെച്ചത് എന്താണ്? അങ്ങനെയാണ് മൂപ്പര് മനസ്സിലാക്കിയത്. ഇവിടെ ഇങ്ങനെ നായ എപ്പോഴും ഫുഡ് കൊടുക്കുന്ന ആളല്ല, അപ്പൊ ആ പെയറിങ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാവുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം ഇതിനായിട്ട് മാറ്റി വെക്കുകയുമായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെയാ, പിന്നെയാണ് ബെല്ല് വെച്ചിട്ടൊക്കെ പെയർ ചെയ്തിട്ടൊക്കെ സംഭവിച്ചത്. ഇതാണ് പാവ്ലോന്റെ ഡോഗ് എക്സ്പെരിമെന്റ്. Dog placed in a box and harnessed for several days. ഒരു ബോക്സിൽ ഇട്ടിട്ട് അതിനെ ഹരാസ് ചെയ്യുന്നതായിരുന്നു. He inserted a small test tube into cheek of each dog to measure saliva when the dogs were fed. ഫീഡ് ചെയ്യുമ്പോൾ സലൈവ അളക്കാൻ വേണ്ടിയിട്ട് ചീക്കിന്റെ അവിടെ ഓട്ടയൊക്കെ ഇട്ട് അവിടെ ടെസ്റ്റ് ട്യൂബ് ഒക്കെ ഉറപ്പിച്ചിരിക്കുക കേട്ടോ. ഫുഡ് കൊടുത്തത് മീറ്റ് പൗഡർ ആണ്, അതായത് പൗഡർ മെയ്ഡ് വിത്ത് മീറ്റോട് ഉണ്ടാക്കിയ പൗഡർ ആയിരുന്നു ഫുഡ്. ഇപ്പൊ ഫുഡ് കൊടുക്കുമ്പോൾ എത്ര സലൈവ ഉണ്ടെന്നൊക്കെയാണ് മൂപ്പര് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. Pavlov predicted the dog would salivate in response to the food placed in front of him. പാവ്ലോന് മനസ്സിലായി ഫുഡ് വെച്ചാൽ സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. But he noticed that his dogs would begin to salivate when they heard the footstep of assistant who was bringing the food. ഫുഡ് കണ്ടാ സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് മുമ്പ് മനസ്സിലാക്കി ഫുഡ് കണ്ടാൽ മാത്രമല്ല, ഫുഡ് കൊണ്ടുവരുന്ന ആളുടെ കാലടി കേട്ടാലും സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. When Pavlov discovered that any object or event which a dog learned to associate with the food, such as lab assistant, would trigger the response. കണ്ടോ, പാവ്ലോ ഡിസ്കവർ ചെയ്തു ഫുഡുമായിട്ട് എന്ത് കണക്ട് ചെയ്യുന്നുണ്ടോ ആ കണക്ഷൻ ഉള്ള സാധനത്തിനോടും സലൈവേറ്റ് ചെയ്യുന്നുണ്ട് നായ. He realized that he made an important scientific discovery. അദ്ദേഹം ഡിസ്കവർ ചെയ്യുകയാണ്, അദ്ദേഹം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയന്റിഫിക് ഡിസ്കവറി കണ്ടെത്തിയത്. അക്കോർഡിംഗ്ലി ഹി ഡിവോട്ടഡ് ദ റെസ്റ്റ് ഓഫ് ഹിസ് കരിയർ സ്റ്റഡിങ് ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം ഫുള്ളും ഇതിനായിട്ട് മാറ്റിവെക്കുകയായിരുന്നു. Pavlov concluded that stimuli that had no previous relation to a particular physical reflex could come trigger to that reflex. ഒരു ബന്ധവുമില്ലാത്ത സാധനത്തിനും ഒരേ റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റും. ബെല്ലും ഫുഡായിട്ട് ഒരു റിലേഷനും ഇല്ല, പെന്നും പച്ചമാങ്ങിയിട്ട് ഒരു റിലേഷൻ ഇല്ലെങ്കിൽ, അതായത് ഒരു പ്രീവിയസ് റിലേഷൻ ഇല്ലെങ്കിലും ഒരേപോലെയുള്ള റെസ്പോൺസ് കൊടുക്കാൻ പറ്റുമെന്ന് പാവ്ലോ കണ്ടെത്തി. ഒരു ആക്സിഡന്റൽ ആയിട്ടാണ് ഇതിലേക്ക് എത്തിയത്. ഓക്കെ ആണോ? ഇന്ന് ഇത്രയും മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതൊരൊറ്റ ഇതിലെടുക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ലേണിംഗ് എന്താന്ന് പറഞ്ഞു, സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ പറഞ്ഞു, ഹാബിറ്റ് എന്താന്ന് പറഞ്ഞു, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ തീം എന്താന്ന് പറഞ്ഞു, പാവ്ലോന്റെ എക്സ്പെരിമെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള തീംസ് ആണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് ഒരുമിച്ച് നമ്മൾ പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അപ്പം വെള്ളിയാഴ്ച നമ്മൾ അത് എടുക്കാം കേട്ടോ. കുറച്ചേ എടുക്കുന്നുള്ളൂ. 5th സെമ്മിന്റെ എക്സാം അതിനെക്കൊണ്ട് വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം ലാഗ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ക്ലാസ് നമ്മളിപ്പോ എക്സാം ആയാലും ക്ലാസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ക്ലാസ് കണ്ടാൽ മതി. നിങ്ങൾ എക്സാമിന് അന്ന് പോലും ക്ലാസ് ഉണ്ടാവും, നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി കേട്ടോ. ബാക്കിയുള്ള കുറച്ച് പേരെങ്കിലും ഇപ്പം എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്നവരും സെക്കൻഡ് ഇയേഴ്സും ഒക്കെ ഉണ്ട്, അവര് അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ്. നിങ്ങൾ അതൊന്ന് ചെയ്യണേ. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ വരെയെങ്കിലും തീർത്തു വെക്കാം, അതൊന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പം ഇന്ന് ഇത്രയും മതി. നാളെ നമ്മളെ വീണ്ടും കാണും. ബൈ. നാളെ അല്ല, ഇനി വെള്ളിയാഴ്ച.